ട്രിവാൻഡ്രത്ത് പെരുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു 3 ബെഡ്റൂം വരുന്ന ഒരു 2 നില വീട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. അതിൻ്റെ റേറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 8 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ പെരുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. ചുറ്റുപാടും തന്നെ കണ്ടോ റെസിഡൻസ് ഏരിയയാണ്. വേറെയും ധാരാളം വീടുകൾ കാണാൻ സാധിക്കും. ഫ്രണ്ട് നമുക്ക് കണ്ടോ ടാർ ചെയ്തിട്ടുള്ള റോഡാണ് നമുക്ക് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രം ട്രാവൽ ചെയ്ത് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. 3.5 സെൻറ്റിൽ 1580 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂമും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിലുള്ളത്. കാരണം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ ഇതാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് ഉള്ളത്. നമുക്ക് 10x4 ഡയമെൻഷനിലാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. സൈഡിൽ ഫുള്ളും വാൾട്ടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ലാവിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ട് എൻട്രൻസ് ഡോറാണ് വരുന്നത്. ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 16x12 ഡയമെൻഷനുള്ള ഒരു ലിവിംഗ് ഏരിയ കാണാൻ സാധിക്കും. മുകളിൽ പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റുമാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ടി വി യൂണിറ്റ് വരുന്നത്. ഫുള്ള് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 16x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാഷിംഗ് ഏരിയയുടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇതാണ് ബോർഡ് വർക്ക് നമ്മൾ സൈഡിൽ ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഒരു ഡോറൊക്കെ നമുക്ക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് വരുന്നത്. ഫുള്ളും തന്നെ നമുക്ക് മൾട്ടിവുഡി ചെയ്തിട്ടുള്ള കണ്ടോ ബോർഡ് വർക്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ ഫുള്ളും ചെയ്തിട്ടുള്ളത്. ഇപ്പുറ സൈഡ് ഒരു വർക്ക് ഏരിയയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. സിങ്ക് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് താഴെ മുകളിലായിട്ട് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഒരു കിച്ചൺ വന്നിട്ട് നമുക്ക് 10x10 ഡയമെൻഷനും നമുക്ക് തൊട്ടിപ്പുറത്തുള്ള വർക്ക് ഏരിയ 10x6 ഡയമെൻഷനിലുമാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിൽ വരുന്നത്. PVC ഡോറാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ഇനി മിറർ വരാനുണ്ട്. ബാക്കി ലൈറ്റിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്കിവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. നമുക്ക് ഈ സ്റ്റെയർ ഇറങ്ങി മുകളിലോട്ട് പോകാം. താഴെ ഗ്രാനൈറ്റാണ് നമുക്കിവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഫുള്ളും സ്റ്റീലിൻ്റെ ഹാൻഡിൽസ് ആണ് സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ കയറി പോകുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മുകളിൽ ഈ ഭാഗത്ത് പറമ്പുകളോ നല്ല ലൈറ്റിങ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ 2 ബെഡ്റൂം ഉണ്ട്. ഈ ഭാഗത്തും ഒന്ന് ഇപ്പുറത്ത്. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്തോട്ട് വരുമ്പോൾ തറയിൽ ഗ്രിപ്പിംഗ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. ഫുള്ള് തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 3 ഡോർ ടൈപ്പ് തന്നെ. അപ്പുറത്തെ ഒരു വേറൊരു കളറിങ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പേസ് കണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ടൈൽ വരുന്നത്. അതേപോലെ മിറർ സിങ്ക് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ബാൽക്കണി വരുന്നത്. 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റീലും ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഹാൻഡിൽസ് വരുന്നത്. ബാക്ക് സൈഡ് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഓപ്പൺ ബാൽക്കണി ടൈപ്പ് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. മുകളിൽ ടെറസിൽ പോകാൻ വേണ്ടി ഈ ഭാഗത്ത് ഇങ്ങനെ കയറി പോകാം. മുകളിൽ അവിടെ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 59 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോണിന് വേണ്ടിയുള്ള സഹായം നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ധാരാളം വീടുകൾ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോയി കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.